അന്താരാഷ്ട്ര രാഷ്ട്രീയം പുതിയൊരു ബഹുമുഖ ലോകക്രമത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സംരക്ഷണാത്മക നയങ്ങൾ പല രാജ്യങ്ങൾക്കും പുതിയ നയതന്ത്ര വഴികൾ തേടാൻ പ്രചോദനമായിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഇന്ത്യയുടെ സമീപകാല നിലപാടുകൾ. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ ട്രംപ് ഏർപ്പെടുത്തിയ അധിക താരിഫുകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിൽ വിള്ളലുകൾ സൃഷ്ടിച്ചപ്പോൾ ഇന്ത്യ തങ്ങളുടെ വിദേശ നയത്തിൽ ഒരു പുതിയ തന്ത്രം മെനഞ്ഞു. പതിറ്റാണ്ടുകളായി തങ്ങൾക്കുണ്ടായിരുന്ന റഷ്യൻ സൗഹൃദം ഒന്നും കൂടി ശക്തമാക്കിക്കൊണ്ട് അമേരിക്കയുടെ ഏകപക്ഷീയമായ നീക്കങ്ങൾക്കെതിരെ ഒരു ശക്തമായ സന്ദേശം നൽകുകയായിരുന്നു ഇന്ത്യ. ഈ നയതന്ത്ര നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കും വഴിവെച്ചു. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയമാണ് ഇന്ത്യക്കെതിരായ താരിഫ് പ്രഖ്യാപനത്തിന് പിന്നിലെ പ്രധാന കാരണം. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനെതിരെ ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്ന ട്രംപ് ഭരണകൂടം അതിൽ നിന്ന് ഇന്ത്യ പിന്മാറാൻ തയ്യാറാകാതിരുന്നപ്പോൾ സാമ്പത്തിക ഉപരോധങ്ങളിലേക്കും തിരിഞ്ഞു. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക താരിഫ് ചുമത്താനുള്ള ട്രംപിന്റെ തീരുമാനം അമേരിക്കൻ വിപണിയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വലിയ വെല്ലുവിളിയായി. അമേരിക്കയുമായി മെച്ചപ്പെട്ട വ്യാപാര ബന്ധം ആഗ്രഹിക്കുന്ന ഇന്ത്യക്ക് ഇത് വലിയ തിരിച്ചടിയായിരുന്നു. ഈ നീക്കം ഏകപക്ഷീയമായും ന്യായീകരിക്കാനാവാത്തതുമാണെന്ന് ഇന്ത്യ ശക്തമായി തന്നെ പ്രതികരിച്ചു. ട്രംപിന്റെ ഈ നയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾക്ക് തടസ്സമുണ്ടാക്കുകയും സൗഹൃദത്തിൽ വിള്ളലുകൾ വീഴ്ത്തുകയും ചെയ്തു. ഈ താരിഫ് യുദ്ധം കേവലം സാമ്പത്തിക തർക്കത്തിനപ്പുറം രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒന്നായി മാറി. ട്രംപിന്റെ ഈ നയത്തിന് അമേരിക്കൻ കോൺഗ്രസിൽ പോലും ശക്തമായ എതിർപ്പുകളാണ് നേരിടേണ്ടി വന്നത്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ പാർട്ടികളിലെ പ്രമുഖ നേതാക്കൾ ട്രംപിന്റെ നിലപാടിനെതിരെ രംഗത്തെത്തി. അമേരിക്കൻ ഹൗസ് ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റിയിലെ മുതിർന്ന അംഗങ്ങൾ ട്രംപിന്റെ നയത്തെ താരിഫ് കോപം എന്ന് വിശേഷിപ്പിച്ചു. ഇന്ത്യയുമായുള്ള തന്ത്രപരമായ ബന്ധം മെച്ചപ്പെടുത്താൻ വർഷങ്ങളോളം നടത്തിയ പരിശ്രമങ്ങളെ ഇത് ദുർബലപ്പെടുത്തുമെന്നും അവർ ചൂണ്ടിക്കാട്ടി. ഒരു വളർന്നു വരുന്ന ലോകശക്തിയായ ഇന്ത്യയെ ചൈനയുടെ തണലിലേക്ക് തള്ളിവിടുന്നത് അമേരിക്കൻ താൽപര്യങ്ങൾക്ക് ദോഷകരമാകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. ഡെമോക്രാറ്റിക് പ്രതിനിധി ഗ്രിഗറി മിക്സ് ഇന്ത്യയുമായുള്ള ആഴത്തിലുള്ള തന്ത്രപരവും സാമ്പത്തികവുമായ ബന്ധങ്ങൾക്ക് ഊന്നൽ നൽകിയിരുന്നു. മുൻ US അംബാസിഡർ മൈക്കൽ മാക്ഫോൾ ട്രംപിന്റെ നയത്തിന്റെ ഇരട്ടത്താപ്പ് തുറന്നുകാട്ടി. റഷ്യയിൽ നിന്ന് ഇന്ത്യയേക്കാൾ കൂടുതൽ എണ്ണ വാങ്ങുന്ന ചൈനയെ താരിഫ് ഭീഷണിയിൽ നിന്ന് ഒഴിവാക്കിയത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദ്യം ചെയ്തു. ഇത് ഇന്ത്യയെ മനഃപൂർവ്വം ലക്ഷ്യമിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുമുണ്ട്. ട്രംപിന്റെ സ്വന്തം പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടിക്കകത്തും ഈ നയത്തിനെതിരെ എതിർപ്പുകൾ ശക്തമായിരുന്നു. മുൻ UN അംബാസിഡറായ നിക്കി ഹേലി ഇന്ത്യയുമായുള്ള ബന്ധം കത്തിച്ചു കളയരുതെന്ന് മുന്നറിയിപ്പ് നൽകി. ചൈനയ്ക്ക് താരിഫ് ഇളവുകൾ നൽകുമ്പോൾ ഇന്ത്യ ലക്ഷ്യമിടുന്നതിലെ യുക്തിയില്ലായ്മ അവർ ചോദ്യം ചെയ്തു. ഇന്ത്യ ഭാവിയിൽ ഒരു ലോകശക്തിയാകുമെന്നും അത്തരമൊരു സഖ്യകക്ഷിയെ അകറ്റി നിർത്തുന്നത് അമേരിക്കൻ നിർമ്മാതാക്കൾക്ക് ദോഷകരമാകുമെന്നും മുൻ റിപ്പബ്ലിക്കൻ ഗവർണർ ക്രിസ് സുനൂനു പറയുകയും ചെയ്തു. അമേരിക്കയുമായുള്ള ബന്ധം വഷളായ സാഹചര്യത്തിലാണ് ഇന്ത്യ തങ്ങളുടെ പഴയതും വിശ്വസ്തവുമായ സുഹൃത്തായ റഷ്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചത്. ഇത് കേവലം ഒരു താൽക്കാലിക നീക്കമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലെ അധികാര സന്തുലിതാവസ്ഥയിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കുന്നതിനുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു തന്ത്രമാണ്. ശീതയുദ്ധ കാലം മുതൽക്കേ റഷ്യ ഇന്ത്യയുടെ വിശ്വസ്ത പങ്കാളിയാണ്. സൈനിക, സാങ്കേതിക, ആണവ, ബഹിരാകാശ മേഖലകളിൽ റഷ്യ നൽകിയ പിന്തുണ ഇന്ത്യയുടെ വളർച്ചയിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുമുണ്ട്. റഷ്യൻ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി സെർജി ഷോയിഗു ഈ ബന്ധത്തെ ശക്തവും വിശ്വസനീയവും കാലം തെളിയിച്ചതുമായ സൗഹൃദമെന്ന് വിശേഷിപ്പിച്ചത് ഈ ചരിത്രപരമായ ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. പരസ്പര ബഹുമാനത്തെയും തുല്യ പരിഗണനയും അടിസ്ഥാനമാക്കിയുള്ള ഈ പങ്കാളിത്തം ഇരു രാജ്യങ്ങൾക്കും സുപ്രധാനമാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. അന്താരാഷ്ട്ര നിയമങ്ങളെ മാനിച്ചുകൊണ്ട് ഒരു പുതിയ ലോകക്രമം കെട്ടിപ്പടുക്കാൻ ഇന്ത്യയും റഷ്യയും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ആഗോള ശക്തി കേന്ദ്രങ്ങളിൽ ഒരു പുതിയ അച്ചുതണ്ട് രൂപം കൊള്ളുന്നുവെന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ ഇന്ത്യ സന്ദർശനത്തെക്കുറിച്ചുള്ള സൂചനകൾ ഈ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും എത്രമാത്രം പ്രാധാന്യം നൽകുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ്. ഈ വർഷം അവസാനത്തോടെ പുടിൻ ഇന്ത്യയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യ സന്ദർശിക്കാൻ ഒരുങ്ങുന്നതും നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ്. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്കും റഷ്യയ്ക്കും ഒരേ നിലപാടാണുള്ളതും. ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണത്തിൽ റഷ്യ നൽകിയ പിന്തുണയ്ക്ക് ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നന്ദി അറിയിച്ചതും ഈ സഹകരണത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ആഗോളതലത്തിലെ സ്ഥാനം ഉറപ്പിച്ച അമേരിക്കൻ വ്യാപാര നയങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ റഷ്യയുമായി ബന്ധം ശക്തിപ്പെടുത്തുന്നത് ഒരു തന്ത്രപരമായ നീക്കമാണ്. ലോകത്തെ ഒരു ഏകധ്രുവ ലോകമായി കാണാതെ വിവിധ ശക്തി കേന്ദ്രങ്ങളുമായി തുല്യ അകലം പാലിച്ചുകൊണ്ടുള്ള ഒരു ബഹുമുഖ ലോകക്രമം സ്ഥാപിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നു. അമേരിക്കയുമായുള്ള തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴും റഷ്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിലൂടെ ഇന്ത്യ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും ആഗോളതലത്തിൽ സ്വന്തം സ്ഥാനം ഉറപ്പിക്കാനും ശ്രമിക്കുന്നു. ഈ നീക്കം ഇന്ത്യ അമേരിക്കയുടെ മാത്രം സ്വാധീനത്തിലല്ലെന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് ഒരു സന്ദേശമാണ് നൽകുന്നത്. ട്രംപിന്റെ ഏകപക്ഷീയമായ നയങ്ങൾ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് മറ്റ് തന്ത്രപരമായ പങ്കാളികളെ തേടാൻ പ്രേരണ നൽകുകയാണ്.
ഇത് ആഗോളതലത്തിൽ അമേരിക്കയുടെ സ്വാധീനം കുറയ്ക്കാനും റഷ്യ, ചൈന, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ശക്തി പകരാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ എത്രത്തോളം ആഘാതം ഉണ്ടാക്കുമെന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയണം. അതേസമയം റഷ്യയുമായുള്ള ഈ തന്ത്രപരമായ സഹകരണം ഇന്ത്യയുടെ വിദേശകാര്യ നയത്തിൽ ഒരു പുതിയ അധ്യായമാണ് തുറന്നിരിക്കുന്നത്.